അവിടേക്കാ പോകുന്നത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകൂലായിരുന്നു. പക്ഷെ പോയി പെട്ടു CM വലിയുടെ മുന്നിൽ. അപ്പൊ CM വലിയോട് ഈ ബാപ്പ പറഞ്ഞു, ഇതിന്റെ മോനാണ്, അവന് വല്ലാത്ത വേദനയാണ് വയറ്റിന്, ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ CM വലിയുള്ളാഹി നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഓപ്പറേഷൻ ഞാൻ നടത്തിയിരിക്കുന്നു എന്ന്. മാറ്റിന്നല്ല, ആ പ്രയോഗം നോക്കണം. നിങ്ങളുടെ ഓപ്പറേഷൻ ഞാൻ നടത്തിയിരിക്കുന്നു എന്നാ. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അത് ഞാൻ വലിയ കാര്യമാക്കിയിട്ടൊന്നുമില്ല. ഒരാളൊരു പറച്ചിലായിട്ട് പറയുമ്പോഴത്തേക്ക് ഓപ്പറേഷൻ എങ്ങനെ നടക്കാനാ, ഞാൻ വലിയ കാര്യം നോക്കിയില്ല, ഞാൻ പോന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഡേറ്റ് കിട്ടിയ അന്ന് ഹോസ്പിറ്റലിൽ ഓപ്പറേഷന്റെ മുന്നേ ഒരു സ്കാനിങ് ചെയ്യാനുണ്ട്. ആ സ്കാനിങ് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ വയറ്റിൽ അങ്ങനത്തെ ഒരു അസുഖമൊന്നും ഇപ്പൊ കാണാനില്ല, അതുകൊണ്ട് ഓപ്പറേഷൻ ഇപ്പൊ വേണ്ട. അങ്ങനെ കാലങ്ങളോളം ഓപ്പറേഷൻ ഇല്ലാതെ പോയി. അവസാനം CM വലിയുള്ളാഹി അവിടുന്ന് വഫാത്തായതിന്റെ ശേഷം പിന്നെയും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോ ആ വേദന വീണ്ടും വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷന്റെ ഡേറ്റ് കിട്ടി, ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ ശേഷം ഇയാളോട് ചോദിച്ചു, നിങ്ങളുടെ വയറ്റിൽ മുമ്പ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, കഴിഞ്ഞിട്ടില്ല, ആദ്യത്തേതാണ്. അല്ല, നിങ്ങളെ വയറ്റിൽ മുമ്പ് ഒരു ഓപ്പറേഷൻ നടന്നതിന്റെ എല്ലാ അടയാളവും ഉണ്ട്. ഇത് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ പറയണം, അപ്പോഴാണ് എന്റെ മനസ്സിൽ ആ വാക്ക് ഇങ്ങനെ വന്നത്. ഏതാ വാക്ക്? നിങ്ങളുടെ ഓപ്പറേഷൻ ഞാൻ നടത്തിയിരിക്കുന്നു. നരിക്കുനി ഭാഗത്ത് നിന്നൊരിക്കല് ബസ്സിൽ യാത്ര ചെയ്ത എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഒരാളെ കണ്ടു. അപ്പൊ അയാളോട് ഇങ്ങനെ സംസാരിച്ചപ്പോ CM വലിയുള്ളാഹിയുടെ അടുക്കലെത്തി വിഷയം. അങ്ങനെയാണല്ലോ. അപ്പൊ നിങ്ങൾ CM വലിയുള്ളാഹിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ സുഹൃത്ത് അയാളോട്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു എന്ന്. എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എൻ്റെ ബാപ്പ CM വലിയുള്ളാഹിന്റെ വലിയ ആളായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞ് പിന്നെ അയാൾ പറയാണ്, പക്ഷേ ഇപ്പോ CM വലിയുള്ളാഹിനെ എനിക്ക് വലിയ വിശ്വാസ. അതെന്താ കാരണമെന്ന് ചോദിച്ചു. അപ്പൊ പറയാൻ, അദ്ദേഹത്തിന് ഒരിക്കലും വയറ്റിൽ നിന്ന് വല്ലാത്ത വേദന വന്നു, അസഹനീയമായ വേദന വന്നു. കോഴിക്കോട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷന് വിധിച്ചു, ഡേറ്റ് ഒക്കെ കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മഹാനായ CM വലിയുള്ളാഹിയുടെ അടുക്കലൊന്ന് പോകാൻ വേണ്ടിയിട്ട് വാപ്പ അങ്ങനെ പറയും. വാപ്പ CM വലിയുള്ളാഹിന്റെ മുരീദാണല്ലോ, മുഹിബ്ബാൻ. അതുകൊണ്ട് ഒന്ന് CM വലിയുള്ളാഹിനെ കണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കോന്ന് പരീക്ഷ, ഞാൻ പോകൂല, കാരണം എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ ഒരിക്കല് ബാപ്പന്റെ കൂടെ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോ ബാപ്പ എന്നോട് പറയാതെ എന്നെ CM വലിയുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുപോയി. അവിടേക്കാ പോകുന്നത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകൂലായിരുന്നു. പക്ഷെ പോയി പെട്ടു CM വലിയുടെ മുന്നിൽ. അപ്പൊ CM വലിയോട് ഈ ബാപ്പ പറഞ്ഞു, ഇതിന്റെ മോനാണ്, അവന് വല്ലാത്ത വേദനയാണ് വയറ്റിന്, ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ CM വലിയുള്ളാഹി നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഓപ്പറേഷൻ ഞാൻ നടത്തിയിരിക്കുന്നു എന്ന്. മാറ്റിന്നല്ല, ആ പ്രയോഗം നോക്കണം. നിങ്ങളുടെ ഓപ്പറേഷൻ ഞാൻ നടത്തിയിരിക്കുന്നു എന്നാ. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അത് ഞാൻ വലിയ കാര്യമാക്കിയിട്ടൊന്നുമില്ല. ഒരാളൊരു പറച്ചിലായിട്ട് പറയുമ്പോഴത്തേക്ക് ഓപ്പറേഷൻ എങ്ങനെ നടക്കാനാ, ഞാൻ വലിയ കാര്യം നോക്കിയില്ല, ഞാൻ പോന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഡേറ്റ് കിട്ടിയ അന്ന് ഹോസ്പിറ്റലിൽ ഓപ്പറേഷന്റെ മുന്നേ ഒരു സ്കാനിങ് ചെയ്യാനുണ്ട്. ആ സ്കാനിങ് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ വയറ്റിൽ അങ്ങനത്തെ ഒരു അസുഖമൊന്നും ഇപ്പൊ കാണാനില്ല, അതുകൊണ്ട് ഓപ്പറേഷൻ ഇപ്പൊ വേണ്ട. അങ്ങനെ കാലങ്ങളോളം ഓപ്പറേഷൻ ഇല്ലാതെ പോയി. അവസാനം CM വലിയുള്ളാഹി അവിടുന്ന് വഫാത്തായതിന്റെ ശേഷം പിന്നെയും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോ ആ വേദന വീണ്ടും വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷന്റെ ഡേറ്റ് കിട്ടി, ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ ശേഷം ഇയാളോട് ചോദിച്ചു, നിങ്ങളുടെ വയറ്റിൽ മുമ്പ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, കഴിഞ്ഞിട്ടില്ല, ആദ്യത്തേതാണ്. അല്ല, നിങ്ങളെ വയറ്റിൽ മുമ്പ് ഒരു ഓപ്പറേഷൻ നടന്നതിന്റെ എല്ലാ അടയാളവും ഉണ്ട്.
ഇത് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ പറയണ, അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ആ വാക്ക് ഇങ്ങനെ വന്നത്. ഏതാ വാക്ക്? നിങ്ങളുടെ ഓപ്പറേഷൻ ഞാൻ നടത്തിയിരിക്കുന്നു. ആ നടന്നതിൻ്റെ അടയാളാണ് ഡോക്ടറെ പിന്നെ കണ്ടത്. അതാണ് വോൾട്ടേജ് കൂടുക. വോൾട്ടേജ് കൂടുതലാണ്. അപ്പോഴാണ് മനുഷ്യൻ പറഞ്ഞത്, അന്ന് വിശ്വാസമല്ലെങ്കിലും ഇപ്പൊ എനിക്ക് CML വലിയ വിശ്വാസമാണ്. ഇതാണ് മഹാന്മാരാകുന്ന ഔലിയാക്കന്മാർ. അവര് കറാമത്തുകൾ ഇങ്ങനെ കാണിച്ചിട്ട് ഇസ്ലാമിലെ പ്രബോധനം നടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. അമ്പിയാക്കന്മാർ എന്തെല്ലാം കാര്യങ്ങൾ മുഅ്ജിസത്തായി കാണിച്ചിട്ടുണ്ടോ അതെല്ലാം കറാമത്തായി വരാൻ പറ്റുമെന്ന് മഹാന്മാരായ ആളുകൾ പറയുന്നത് കാണാം.